നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങോട്ട് പോയി എന്തുവാ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നേരെ പറടാ, അവൾക്ക് എന്താ പറ്റിയത്? നീ അവളെ കൊന്നോ? അളി എന്തോ പറയുന്നത്? സത്യമായിട്ട് അവളോടെ പോയി എനിക്ക് അറിഞ്ഞൂടാ. അവളേതോ അജ്ഞാത കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് എന്റെ ബലമായ സംശയം. പറയുന്നോടാ, നീ അല്ലാതെ അവൾക്ക് വേറെ ഏത് കാമുകനാടാ ഉള്ളത്? നിന്നെ ഞാൻ ശരിയാക്കി തരടാ. പറയട്ടെ, അളിയ അങ്ങോട്ട് ചതിക്കല്ലേ? ചതിക്കും, നിന്നെ ഞാൻ ചതിക്കും. ഇന്നത്തോടെ നിന്റെ കട ഞാൻ പൂട്ടും. എന്റെ പൊന്നളിയ, ഞാൻ പറഞ്ഞ സത്യമാണ്. അവൾ എന്നോട് പറയാതാ പോയത്. നമുക്ക് ഒരുമിച്ച് അവളെ തപ്പാം. പിന്നെ അളിയന് തരാന്ന് പറഞ്ഞ 10 ലക്ഷം രൂപ 15 കൂട്ടിത്തരാം. അളിയനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കൂടാ. അവളെനിക്കൊറ്റ പെങ്ങളാ. തലയിലും താഴത്തും വയ്ക്കാതെയാ ഞാൻ അവളെ വളർത്തിയത്. അവൾക്ക് വല്ലതും സംഭവിച്ചാ എനിക്ക് കുറച്ച് ദണ്ണുണ്ടടാ. അതിന് അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ അവളെവിടെ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ നീ ഇപ്പൊ അന്വേഷിക്കണ്ട. രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. ഇന്നത്തോടെ നീ ഇനി ഒന്നും പറയണ്ട. പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ ഒന്നിറങ്ങി വരണേ. ചുമ്മാലമുണ്ടാക്കില്ല, പറയുന്നത് കേൾക്കുന്ന കാലി പിടിക്കാം. ഉണ്ടാക്കൂടാ, അലിമ്പുണ്ടാക്കും ഞാൻ. എന്റെ പെങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ വീടിന് ഞാൻ തീ കൊളുത്തും. പെണ്ണുങ്ങളെ, എന്താ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പൊ നിങ്ങളെല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? എന്റെ പെങ്ങൾക്ക് എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? അവള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നാണല്ലോ ഇവര് പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാൻ വരുന്നത് എന്റെ വീട്ടിൽ നിന്നാ. അവളവിടെ ഇല്ല. അതിന് ഞങ്ങൾ എന്ത് വേണം? ഇയാളുടെ പെങ്ങളെ ഇയാള് ഞങ്ങളെയാണോ ഏൽപ്പിച്ചത്? പറഞ്ഞതല്ലേ. അന്ന് ഇയാൾ ഇവരുടെ കൂടെ കൂടി ഭയങ്കര മൂപ്പീരായിരുന്നല്ലോ. ഇപ്പൊ അനുഭവിച്ചോ? ആരെയാ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചെന്ന് വെച്ചാ അവരോട് തന്നെ ചോദിക്ക്. അവരോട് തന്നെ ചോദിക്കുന്നത്. കൊച്ചേ, നേരെ പറ, എന്റെ പെങ്ങളവിടെ? അവള് വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ ഇവിടുന്ന് പോയത്. എന്ന് പോയി? അത് പിന്നെ കുറച്ചു ദിവസമായി. കുറച്ചു ദിവസം? എന്നിട്ടെന്താ നിങ്ങൾ ഇതുവരെ അവളെ അന്വേഷിക്കാത്തത്? എന്തിനാ അന്വേഷിക്കുന്നത്? അവള് പ്രസവം കഴിഞ്ഞു ഉടനെ തിരിച്ചു വരും എന്നല്ലേ പറഞ്ഞത്? നീ മിണ്ടരുത്. മിണ്ടിയാ നിന്റെ പള്ള കുത്തിക്കറി കുടല് ഞാൻ പുറത്തിടും. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾ ഇവിടെ ഇല്ലാന്നുള്ളത് സത്യ. എവിടാന്ന് വെച്ചാ പോയി അന്വേഷിക്കും. അതെ, അന്വേഷിക്കാൻ തന്നെയാ പോകുന്നത്. അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അവൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളാ ഉത്തരവാദികൾ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾക്ക് ഈ സുഗുണനെ അറിയില്ല. അജയ, നിന്റെ കാര്യം തീർന്നടാ. കാണിച്ചു തരാൻ ഞാൻ. ചുമ്മാ അയാൾ എന്താ കാണിക്കാനായിട്ട്? അവന്റെ പെങ്ങള് ആരോട് ഒളിച്ചോടി പോയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൊള്ളാം. മോളൻ, നീ പേടിച്ച? നീ വന്നേ, വന്നേ വന്നേ വാ. ചേച്ചി, ഇതൊരു നടക്ക് പോകില്ല. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഇവർക്കറിയാമെന്നുള്ളത് എനിക്ക് ഉറപ്പാ. പിന്നെ അവർക്ക് പറഞ്ഞാൽ എന്താ? പറയാൻ പാടില്ലാത്ത കാര്യമായിരിക്കും.
സാറേ, എസ് ഐ സാറകത്തുണ്ടോ? ഇതെന്താടാ കള്ളന്മാര് പോലീസുകാരെ തേടി ഇങ്ങോട്ടൊന്ന് തുടങ്ങിയോ? ചെല്ല് ചെല്ല് അകത്തുണ്ട്. സാറേ, എന്താടാ? എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട് സാറേ. നിനക്കും പരാതിയോ? ആ പറ. എന്റെ പെങ്ങളെ കാണാനല്ലേ സാർ. എവിടെ പോയി? അതറിയാനല്ലേ സാറേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഒരു കാര്യം ചെയ്, ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോ, നമുക്ക് അന്വേഷിക്കാം. അതല്ല സാർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താ? അവളെ കാണാതായത് മാണിക്യമംഗലത്ത് നിന്നാ. മാണിക്യമംഗലത്ത് നിന്നോ? അതെ സാർ, അവളവിടെ ജോലിക്ക് നിൽക്കുകയായിരുന്നു. ഇതിന്റെ പിന്നില് ആ അജയനാ സാറേ. അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ സത്യങ്ങളെല്ലാം പുറത്തു വരും. അങ്ങനെ ചുമ്മാ ആരെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്യാൻ പറ്റൂടാ? തെളിവ് വേണ്ടേ? തെളിവുണ്ടാക്കുന്നത് പോലീസുകാരല്ലേ? നീ എന്നെ നിയമം പഠിപ്പിക്കാണോടാ? സാറേ, ഞാൻ കള്ളനാ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ സത്യ. എനിക്ക് നീതി കിട്ടണം. എന്റെ പെങ്ങളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം സാർ. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ആദ്യം കംപ്ലൈന്റ് എഴുതി കൊടു. സാറിനെ വിശ്വസിച്ച് ഞാൻ പോവുക. സഹായിക്കണേ സാറ്. നീ ചെല്ല്. മൈഥിലി, എന്താ? ഇനിയെങ്കിലും നീ ഞങ്ങളോട് സത്യം തുറന്നു പറയണം. എന്ത് സത്യങ്ങൾ? സിന്ധുവിന് ശരിക്കും എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? അവളിവിടെ നിന്ന് പോയി. അവളിവിടെ ജോലിക്ക് വന്നതല്ലേ, സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ലല്ലോ. ജോലിക്കാരാകുമ്പോ വരും പോവും, അതൊക്കെ സ്വാഭാവികമല്ലേ? അതൊക്കെ സ്വാഭാവികമാ, പക്ഷേ അവളുടെ പോക്കിൽ കുറച്ച് അസ്വാഭാവികത ഉണ്ട് എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാ മതിയോ? ഞങ്ങളല്ലാതെ പിന്നെ ആരാ പറയണ്ടേ? ഞങ്ങളാണല്ലോ സാക്ഷികള്. എന്ത് സാക്ഷികള്? നിങ്ങൾ എന്ത് കണ്ടുന്നാ? ഞങ്ങൾ പലതും കാണുന്നുണ്ട്. കണ്ടതൊക്കെ പോലീസ് വന്ന് ചോദിക്കുമ്പോ പറഞ്ഞോളാം. നന്ദിതേ, മതി, ഞാൻ ചോദിക്കാം. എന്ത് ചോദിക്കാൻ? നിങ്ങൾ ആരും ഇതൊക്കെ അന്വേഷിക്കാൻ? ഞങ്ങൾ ആരെങ്കിലും ആവട്ടെ, പക്ഷെ മൈഥിലി, നീ കാണിക്കുന്നത് മണ്ടത്തരാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോടെങ്കിലും തുറന്നു പറ. തുറക്കാൻ അടയ്ക്കാൻ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്കിത് എന്തിന്റെ അസുഖാ? അസുഖം ആർക്കാണെന്ന് താമസിയാതെ മനസ്സിലാവും. നന്ദിതേ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? മനുഷ്യന് കുറച്ച് മനസ്സമാധാനം തരുവോ? നീ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്റെ മനസ്സമാധാനത്തിന് ഒരു കുഴപ്പമില്ല. അത് കാണുന്ന ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ? അത് എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാ. കണ്ണിൽ കണ്ടതാ ഞങ്ങൾ പറഞ്ഞത്. നീ ആദ്യം പറഞ്ഞു അവള് വീട്ടിൽ പോയിന്ന്. വീട്ടിൽ പോയവളെ അന്വേഷിച്ചെന്തിനാ അവളുടെ ആങ്ങള വന്നത്? അവള് വീട്ടിൽ ചെന്ന് കാണില്ല, അതുകൊണ്ട്. പിന്നെ അവൾ എവിടെ പോയി? അവൾ എവിടെയെങ്കിലും പോട്ടെ, അത് നിങ്ങൾക്ക് എന്തോ? ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോ മറുപടി പറയേണ്ടത് ഞങ്ങൾ കൂടിയല്ലേ? ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട, ഞങ്ങളെ വിളിച്ചാൽ മതി. എന്നാലും നിങ്ങൾ സത്യം പറയില്ലല്ലേ? ഇത് വലിയ കഷ്ടമായല്ലോ ഇത്. നിങ്ങൾക്ക് ഇപ്പൊ എന്തുവാ കേൾക്കേണ്ടത്? സിന്ധുവിനെ ഞങ്ങൾ കൊന്നു എന്നാണോ? ആ, എങ്കിൽ ശരി, അവളെ ഞങ്ങൾ അങ്ങ് കൊന്നു. എന്നിട്ട് ഞങ്ങൾ എന്നോടങ്ങ് പുഴുങ്ങി തിന്നു. നിങ്ങൾക്കെന്തോ നഷ്ടം? ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്ന 1000 തവണ പറഞ്ഞിട്ടുള്ളതാ.